ഇന്നൊരു റംബൂട്ടാൻ ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 10 റംബൂട്ടാനാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു ഗ്ലാസ്സിന് 5 റംബൂട്ടാൻ എന്ന കണക്കിന് 2 ഗ്ലാസ്സിന് 10 എണ്ണം. അത്യാവശ്യം പഴുത്തത് നോക്കിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്തത് നോക്കി എടുക്കുകയാണെങ്കിൽ നല്ല മധുരവും കാണും, പുളിയും കാണില്ല. പിന്നെ റംബൂട്ടാൻ കുറച്ച് കൂടിയാലും പ്രശ്നമൊന്നുമില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഇത് തോടൊക്കെ മാറ്റി ഞാൻ ഒരു ജാറിലേക്ക് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മിക്സിയുടെ ഫസ്റ്റ് സ്പീഡിലിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അടിക്കരുത്. ജസ്റ്റ് ഒന്ന് നിർത്തി വേണം അടിച്ചെടുക്കാൻ. ഫ്ലഷാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. കുരു ജസ്റ്റ് ഒന്ന് അരിഞ്ഞാലും പ്രശ്നമില്ല, കയ്പൊന്നും ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഇപ്പം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കുറച്ചൊന്ന് അരിഞ്ഞു, പ്രശ്നമില്ല. എത്ര നേരം ഇത് ഇരുന്നാലും കയ്പ്പ് വരില്ല. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചതിന് ശേഷം ഞാൻ വീണ്ടും അതേ ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് മധുരം ചേർത്തിട്ടില്ല. മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മധുരം ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. കുറച്ച് മുന്നോട്ട് നിൽക്കുന്നതാണ് ഈ ജ്യൂസിന് ടേസ്റ്റ്. അപ്പോൾ ബാക്കിയുള്ള 1 കപ്പിൽ 1/4 കപ്പ് വെള്ളം ഞാനിപ്പോൾ ചേർക്കുകയാണ്. ഇത് തണുത്ത വെള്ളമാണ് ചേർക്കുന്നത്. ബാക്കി 1/4 ഭാഗത്തിന് ഞാനൊരു 6 ഐസ് കട്ടയാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതോടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചൊന്നും എടുക്കണ്ട. ഇനി ഇതിലൊന്നും ചെയ്യാനില്ല. നമ്മൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റംബൂട്ടാൻ ജ്യൂസ്. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഈ ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്